ഇത്രയും കാലായിട്ട് എന്റെ ഈ അസുഖം നിനക്ക് മനസ്സിലായില്ലല്ലേ? കൊച്ചു വെളുപ്പാങ്കാലം തൊട്ടുള്ള വിളിയാ. കാസിംബായുടെ കൊലയുമായിട്ട് കലാദർശനയ്ക്കെങ്കിലും ബന്ധമുണ്ടോ? ആരാ കൊന്നത്? ഇതൊക്കെ അറിയാമെങ്കിൽ ഞാൻ തന്നെ അവരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കില്ലേ? അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കണമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ എന്ത് ബഹളായിരുന്നു. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? അല്ല, ഏതോ ഒരു ക്രിമിനൽ ജയിലിൽ കിടന്ന് ചത്തുന്ന് കരുതി നമ്മളെന്തിനാ വെറുതെ പേടിക്കുന്നത് അല്ലേ? ഉവടാ, പേടിക്കണ്ട. നമ്മുടെ പോലീസാ കുറ്റം ചെയ്തവരെ കിട്ടിയില്ലെങ്കിൽ കയ്യിൽ കിട്ടിയവന്മാരെ അവര് ഉരുട്ടി കൊല്ലും. അപ്പൊ അച്ഛനെ ഒരു ഉരുട്ടല്ലേ? എന്തിനാ? നിനക്കൊക്കെ കണ്ടു രസിക്കാനാ? ഏയ് അതല്ല ചോ, അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഉരുട്ടുമ്പോ ഞങ്ങൾക്കൊരു കമ്പനി ആവൂലോന്ന് വെച്ചാ അല്ലടാ. അത്രേ ഉള്ളൂ. എന്റെ കർത്താവേ, ഇവനെയൊക്കെ ഏത് നേരത്താ? കുംഭം 16 വെളുപ്പിനെ 6:30 മണിക്കാണ് എന്റെ ജനനം. ഓ, ജനനത്തിന്റെ സമയമല്ല ഞാൻ ചോദിച്ചത്, മാനുഫാക്ചറിംഗ് ടൈം. അവൻ എവിടെ ആ ജിമ്മി? ഈ വാർത്ത കണ്ട ഉടനെ അവൻ എങ്ങോട്ടോ മുങ്ങി വെച്ചോ. ഇല്ല ഇല്ല, ഞങ്ങൾ കാസിമയെ കൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ കാസിമയെ കൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല സാറേ, ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ സമ്മതിക്കില്ല. സാറേ, ഞങ്ങളെ കാസിമയെ കൊന്നത് ആരായിരുന്നാലും ആ നമുക്കിനെ വെറുതെ വിടരുത്. കൊന്നവൻ ഇവിടെ തന്നെ ഉണ്ട് സാർ. സാറേ, കളി ഞങ്ങൾ രാഷ്ട്രീയ തടവോട് വേണ്ട സാറേ. ഭായിയുടെ ചോരയ്ക്ക് ഞങ്ങൾ പകരം ചോദിക്കും. പകരം പിന്നെ ചോദിക്കും. അങ്ങോട്ട് മാറും. കത്താല് ഇവനെ പോലുള്ളൊരു സ്വൈര്യം തരൂല. കോൺസ്റ്റബിൾ സർ, കം ഓൺ. ഇവിടുത്തെ മിമിക്രി കലാകാരന്മാരെ ഇങ്ങ് വിളിക്കുക. ആരുടെ ബോണറ്റ് ദോശക്കല്ലാക്കിയത്? ഇപ്പൊ എന്റെ ഊരകം മുഴുവൻ ബുൾസേ ആയേനെ. അങ്ങോട്ട് സെർച്ച്. നോ നോ നോ, ഫാദർ തർക്കണ്ണം ഇതിലൊന്നും ഇന്റർഫിയർ ചെയ്യാറേ ഇല്ല. എല്ലാം ഷിറ്റിമോൾ തന്നെയാണ് ഷൂട്ട് ഔട്ട് ചെയ്യുന്നത്. ബ്ലഡി ഷിറ്റ്. നോ സർ, ഐ ആം ഷിറ്റിമോൾ. ഷിറ്റിമോളായാലും ഷഡ്ഡിമോളായാലും ശരി തന്നെ. ഈ ഫോണിൻ പ്രോഗ്രാം ഇങ്ങനെ ലോങ് ആയി കണ്ടിന്യൂ ചെയ്യുന്നത് റോങ് ആണ്. ഏറ്റവും അപകടം പിടിച്ച 2 സാധനങ്ങളാണ് മൊബൈൽ ഫോണും പെണ്ണും. സൂക്ഷിച്ചില്ല എങ്കിൽ രണ്ടിന്റെയും ഡിസ്പ്ലേ അടിച്ചു പോകും. സോറി സർ, പോലീസ് ആയ ഇങ്ങനെ തന്നെ വേണം.